ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നൊരു കിഡിലൻ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒരു കിടുക്കാച്ചി ചിക്കൻ ഫ്രൈ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. പിന്നെ അതേപോലെ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാനായിട്ട് പറ്റും. എന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം ഒരു ബെല്ലൈക്കൺ വരും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തില്ല. അതുകൊണ്ടാണ് ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 500 ഗ്രാം ചിക്കനാണ്. അപ്പോൾ കഴുകി കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഞാനിവിടെ ബോൺലെസ് മാത്രമല്ല മിക്സഡ് ആയിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ചിക്കനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂണ് വലിയ ജീരകമാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1.5 ടീസ്പൂണ് മുളക് പൊടിയാണ്. എരിവ് അനുസരിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണ് മുളക് പൊടിയും 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും ഇട്ട് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് സാൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണോ കറി മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും. പിന്നെ ഒരു 1.5 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു തണ്ട് കറിവേപ്പിലയാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വിനീഗറാണ്. 1.5 ടീസ്പൂണ് വിനീഗർ ഇല്ല എന്നുണ്ടെങ്കിൽ തൈര് ആഡാക്കി കൊടുക്കാം. തൈര് എടുക്കുമ്പോൾ 1.5 ടീസ്പൂണോ 2 ടീസ്പൂണോ പുളിയുള്ളതാണ്. പുളി അനുസരിച്ചിട്ട് 1.5 ടീസ്പൂണോ 2 ടീസ്പൂണോ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ച് അതിൻ്റെ മസാലയൊക്കെ എല്ലാ ചിക്കനിലും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഞാനിവിടെ ഒരു 3-4 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളിതുപോലെ ചെയ്യുമ്പോൾ അരമണിക്കൂറോ മാക്സിമം 1 മണിക്കൂറെങ്കിലും ജസ്റ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മസാല ഒന്നും ചിക്കൻ്റെ ഉള്ളിലേക്ക് പിടിക്കത്തില്ല. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ടേസ്റ്റ് കുറയാണ് ചെയ്യുക. അപ്പം ഞാനിവിടെ മാരിനേറ്റ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പരമാവധി 1 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കാൻ നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കന് ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കനിൽ നന്നായിട്ട് മസാല ഒക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം വേണ്ടത്. അതിനു വേണ്ടി അടുപ്പത്തേക്കൊരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഓരോ ചിക്കനായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ ചിക്കന് ഭയങ്കര ഹാർഡായിട്ടിരിക്കും. അപ്പോൾ മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് നല്ല ക്രിസ്പിയും അതേപോലെ തന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടും ഇരിക്കും. അപ്പോൾ നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ്റെ ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി മറ്റേ ഭാഗം നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെക്കാണ്ട് തന്നെ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ അടിപൊളിയായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് കോരി മാറ്റാം. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ചിക്കനും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കപ്പോൾ ഇതും കൂടി മൂടി വെച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ ഇതും കൂടി കോരി മാറ്റാം. ഇനി ഇതിലേക്ക് 1-2 പച്ചമുളക് ജസ്റ്റ് ഒന്ന് കീറിയിട്ട് ഫ്രൈ ആക്കാനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മൂടി വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇതിന് ചിക്കൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഫ്രൈ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് സ്പ്രിംഗ് ഓണിയന് ചെറുതായിട്ട് കട്ട് ചെയ്തതുണ്ട്, അതും കൂടി ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി വെരി ടേസ്റ്റി ആയിട്ടുള്ള ആൻഡ് വെരി സിമ്പിളായിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഉടൻ തന്നെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ചിൽ ദെൻ ടേക്ക് കെയർ.